പീതാംബരം കരവിരാജിതചക്രശംഖ കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം യഥാ ത്വച്ചരണാംഭോജേ രതിസ്യാദനപായിനി. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, ഏവർക്കും സാദര നമസ്കാരം. ശ്രീധരീയം ഭാഗവത പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീധരീയം ഭാഗവത പഠനത്തിൽ ഇന്ന് ഭാഗവത പാഠം 292 ആണ് പഠിക്കുന്നത്. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 5-ാം അധ്യായത്തിലെ 23 മുതൽ 42 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിക്കുന്നത്. ശ്രദ്ധയോടുകൂടി പഠിക്കാം. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 5-ാം അധ്യായം ശ്ലോകങ്ങൾ 23 മുതൽ 42 വരെ. മഹതസ്തു വികുർവാണാദ് രജസ്സത്തോപബൃംഹിതാൽ തമപ്രധാനസ്വഭവൽ ദ്രവ്യജ്ഞാനക്രിയാത്മകഃ സോഹംകാര ഇതി പ്രോക്തോ വികുർവൻ സമഭൂൽത്രിധാ വൈകാരിക തൈജസശ്ച താമസശ്ചേതി യദ്ഭിദാ ദ്രവ്യശക്തി ക്രിയാശക്തി ജ്ഞാനശക്തിരിതി പ്രഭോ താമസാദപി ഭൂതാദേർ വികുർവാണാദഭൂർണഭ തസ്യ മാത്രാ ഗുണശബ്ദോ ലിംഗം യൽ ദ്രഷ്ടൃദൃശ്യയോഃ നഭസോധ വികുർവാണാദഭൂൽ സ്പർശഗുണോനില പരാന്വയാൽ ശബ്ദവംശ്ച പ്രാണഓജസ്സഹോ ബലം വായോരപി വികുർവാണാത് കാലകർമ്മസ്വഭാവത വായോരപി വികുർവാണാൽ കാലകർമ്മസ്വഭാവത ഉദപദ്യത തേജോ വൈ രൂപവൽ സ്പർശശബ്ദവൽ തേജസസ്തു വികുർവാണാദാസീദംഭോരസാത്മകം രൂപവൽ സ്പർശവച്ഛാംഭോ ഘോഷവച്ഛ പരാന്വയാൽ വിശേഷസ്തു വികുർവാണാൽ അംഭസോ ഗന്ധവാനഭൂൽ പരാന്വയാത് രസസ്പർശ ശബ്ദരൂപഗുണാന്വിതഃ വൈകാരികാൻ മനോജജ്ഞേ ദേവാ വൈകാരികാദശ ദിഗ്വാദാർക്കപ്രചേതോശ്വി വഹ്നീന്ദ്രോപേന്ദ്രമിത്രകാഃ തൈജസാത്തു വികുർവാണാദിന്ദ്രിയാണി ദശാഭവൻ ജ്ഞാനശക്തി ക്രിയാശക്തി ബുദ്ധി പ്രാണസ്തു തൈജസൗ ശ്രോത്രം ത്വഘ്രാണധൃജിഹ്വാ വാഗ്ദോർമേഢ്രാഘ്രിപായവ യദൈതേ സംഗതാ ഭാവാ ഭൂതേന്ദ്രിയമനോഗുണാഃ യദായതന നിർമ്മാണേന ശേകുർബ്രഹ്മവിത്തമാ തദാ സംഹത്യ ചാന്യോന്യം ഭഗവത് ശക്തിചോദിതാഃ
സദസത്വമുപാദായ ചോഭയം സസൃജുർഹ്യത. സദസത്വമുപാദായ ചോഭയം സസൃജുർഹ്യത. വർഷപൂഗസഹസ്രാന്തേ തദണ്ഡമുദകേശയം കാലകർമ്മസ്വഭാവസ്ഥോ ജീവോ ജീവമജീവയൽ. സ ഏവ പുരുഷഃ തസ്മാദണ്ഡം നിർഭിദ്യ നിർഗത. സഹസ്രോർവഘ്രിബാഹ്വക്ഷ സഹസ്രാനനശീർഷവൻ. യസ്യേഹാവയവൈർലോകാൻ കൽപ്പയന്തി മനീഷിണ. കട്യാദിഭി അധഃസപ്ത സപ്തോർധ്വം ജഘനാദിഭി. പുരുഷസ്യ മുഖം ബ്രഹ്മക്ഷത്രമേതസ്യ ബാഹവ. ഊർവോർവൈശ്യോ ഭഗവത പദ്ഭ്യാം ശൂദ്രോഭ്യജായത. ഭൂർലോകകൽപ്പിതപദ്ഭ്യാം ഭുവർലോകോസ്യ നാഭിദ. ഹൃദാ സ്വർലോക ഉരസ മഹർലോകോ മഹാത്മന. ഗ്രീവായാം ജനലോകശ്ച തപോലോകസ്തനദ്വയാൽ. മൂർധഭി സത്യലോകസ്തു ബ്രഹ്മലോകഃ സനാതന. തൽക്കട്യാം ചാതലം ക്ലിപ്തമൂരുഭ്യാം വിതലം വിഭോഃ. ജാനുഭ്യാം സുതലം ശുദ്ധം ജംഘാഭ്യാം തു തലാതലം. മഹാതലം തു ഗുൽഭാഭ്യാം പ്രപദാഭ്യാം രസാതലം. പാതാളം പാദതലത ഇതി ലോകമയപ്പുമൻ. ഭൂർലോകകൽപ്പിതപദ്ഭ്യാം ഭുവർലോകോസ്യ നാഭിദ. സ്വർലോകകൽപ്പിതോ മൂർധ്ന ഇതി വാ ലോകകൽപ്പന. ശ്രീകൃഷ്ണായ നമോ നമഃ. ഹരി ഓം തത്സൽ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയസ്കന്ധേ പഞ്ചമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമസ്കാരം. 5-ാം അധ്യായം 23 മുതൽ 42 വരെയുള്ള ശ്ലോകങ്ങൾ. ശ്ലോകം 23. മഹദസ്തു വികുർവാണാൽ രജസ്സത്വോപബൃംഹിതാൽ തമപ്രധാനസ്ത്വഭവൽ ദ്രവ്യജ്ഞാനക്രിയാത്മകഃ. രജസ്സത്വോപബൃംഹിതാൽ രജസ്സത്വഗുണങ്ങളാൽ വർദ്ധിച്ചതും വികുർവാണാൽ വികാരത്തെ പ്രാപിച്ചതുമായ മഹത തു മഹത്തത്വത്തിൽ നിന്നും ദ്രവ്യജ്ഞാനക്രിയാത്മക. ദ്രവ്യം ജ്ഞാനം ക്രിയ എന്ന സ്വരൂപത്തോടു കൂടിയതും തമപ്രധാന തു തമോ ഗുണം അധികരിച്ചതുമായ അഹങ്കാരതത്വം അഭവൽ ഉണ്ടായി. രജോ ഗുണവും സത്വഗുണവും അധികരിച്ചതും അതിനാൽ തന്നെ വികാരത്തെ പ്രാപിച്ചതുമായ മഹൽ തത്വത്തിൽ നിന്ന് ദ്രവ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന മഹാഭൂതങ്ങൾ, ജ്ഞാനമെന്ന് പറയപ്പെടുന്ന ദേവതകൾ, ക്രിയയെന്ന് പറയപ്പെടുന്ന ഇന്ദ്രിയങ്ങൾ, ഇവയുടെ സ്വരൂപമായിരിക്കുന്നതും തമോ ഗുണം പ്രധാനമായിരിക്കുന്നതുമായ അഹങ്കാരതത്വം ഉണ്ടായി. ഇനി വരുന്ന ശ്ലോകത്തിൽ നിന്നും അഹങ്കാരം എന്ന പദമെടുത്തു. ശ്ലോകം 24. സോഹംകാര ഇതി പ്രോക്തോ വികുർവൻ സമഭൂത്രിധാ വൈകാരിക തൈജസശ്ച താമസശ്ചേതി യദ്ഭിദാ. വികുർവൻ വികാരത്തെ പ്രാപിച്ചതായ സ അഹങ്കാര, ആ അഹങ്കാരം, വൈകാരിക സാത്വികം, തൈജസ ച രാജസം,
താമസ ച താമസം എന്ന് ത്രിധാ മൂന്ന് വിധമായിട്ട് സമഭൂൽ സംഭവിച്ചു. യദ്ഭിദ യാതൊന്നിന്റെ ഭേദം ഇതി പ്രോക്താഹ ഇങ്ങനെ പറയപ്പെട്ടു. ആ അഹങ്കാര തത്വം വികാരത്തെ പ്രാപിച്ചപ്പോൾ മൂന്ന് വിധമായി തീർന്നു. ഹേ നാരദ, അതെങ്ങനെ എല്ലാം എന്നാൽ പറയാം, കേൾക്കുക. വൈകാരികം, തൈജസം, താമസം എന്ന് മൂന്ന് വിധത്തിൽ അത് പറയപ്പെടുന്നു. ദ്രവ്യശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി ഇതി പ്രഭോ. ഈ 24-ാമത്തെ ശ്ലോകത്തോട് അനുബന്ധമായിട്ടുള്ള 2 പാദങ്ങൾ കൂടിയാണിത്. ദ്രവ്യശക്തി പദാർത്ഥങ്ങളിൽ ശക്തിയോടുകൂടിയത്, ക്രിയാശക്തി പ്രവൃത്തികളിൽ ശക്തിയോടുകൂടിയത്, ജ്ഞാനശക്തി അറിവിൽ ശക്തിയോടുകൂടിയത്. ഇതി എന്ന് പ്രഭോ, ഹേ നിപുണ, ഹേ പ്രഭുവായ നാരദ, താമസാഹങ്കാരത്തെ ദ്രവ്യശക്തി എന്നും തൈജസം അല്ലെങ്കിൽ രാജസാഹങ്കാരത്തെ ക്രിയാശക്തി എന്നും വൈകാരികം അല്ലെങ്കിൽ സാത്വിക അഹങ്കാരത്തെ ജ്ഞാനശക്തി എന്നും പറയുന്നുണ്ട്. ശ്ലോകം 25. താമസാദപി ഭൂതാദേഹ വികുർവാണാദഭുൽനഭ തസ്യ മാത്രാ ഗുണഃ ശബ്ദോ ലിംഗം യൽ ദൃഷ്ടദൃശ്യയോഃ. ഭൂതാദേഹ ഭൂതങ്ങളുടെ ആദിയും വികുർവാണാൽ വികാരത്തെ പ്രാപിച്ചതുമായ താമസാദപി താമസാഹങ്കാരത്തിൽ നിന്നും നഭ ആകാശവും തസ്യ അതിൻ്റെ മാത്രാഗുണഃ അസാധാരണ ഗുണം ദൃഷ്ടദൃശ്യയോഃ ദ്രഷ്ടാവിൻ്റെയും ദൃശ്യത്തിൻ്റെയും ലിംഗം ജ്ഞാപകമാകുന്നു. ഭൂതങ്ങളുടെ ആദിയും വികാരത്തെ പ്രാപിച്ചതുമായ താമസാഹങ്കാരത്തിൽ നിന്ന് ആകാശവും അതിൻ്റെ അസാധാരണ ഗുണമായ ശബ്ദവും ഉണ്ടായി. ഈ ശബ്ദം കാണുന്നവൻ എന്നും കാണപ്പെടുവാൻ കഴിയുന്നത് എന്നുമുള്ള ഭേദങ്ങളെ അറിയിപ്പിക്കുന്നു. ശ്ലോകം 26. നഭസോധ വികുർവാണാദഭൂൽ സ്പർശഗുണോനില പരാന്വയൽ ശബ്ദവാംശ്ച പ്രാണ ഓജസ്സഹോ ബലം. വികുർവാണാൽ വികാരത്തെ പ്രാപിച്ചതായ നഭസ നഭസിൽ നിന്ന് അധ അനന്തരം സ്പർശഗുണ സ്പർശമാകുന്ന ഗുണത്തോടുകൂടിയ അനില വായു അഭൂൽ ഉണ്ടായി. പരാന്വയാൽ പരത്തോടുള്ള ചേർച്ച ഹേതുവായിട്ട് ശബ്ദവാൻ ച ശബ്ദവുമുണ്ടാകുന്നു. പ്രാണ ഇന്ദ്രിയബലം, ഓജ മനോബലം, സഹ ധാരണാബലം, ബലം ശരീരബലം. പിന്നെ ആകാശത്തിന് വികാരം സംഭവിച്ചപ്പോൾ സ്പർശത്തെ ഗുണമായി സ്വീകരിച്ചിരിക്കുന്ന വായു ഉണ്ടായി. ആകാശം വായുവിൽ നിന്ന് കാരണമായിരിക്കയാൽ ശബ്ദവും വായുവിലുണ്ട്. ഇങ്ങനെ ശബ്ദം, സ്പർശം എന്ന 2 ഗുണങ്ങളുള്ള വായു പ്രാണധാരണത്തിനും ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി സാമർഥ്യത്തിനും മനസ്സിന്റെ ധൈര്യാദി ഗുണങ്ങൾക്കും ശരീരത്തിന്റെ ബലത്തിനും കാരണമായിരിക്കുന്നു. ശ്ലോകം 27. വായോരപി വികുർവാണാൽ കാലകർമ്മ സ്വഭാവത ഉദപദ്യത തേജോ വൈ രൂപവൽ സ്പർശ ശബ്ദവൽ.
കാലകർമ്മ സ്വഭാവത, കാലം കർമ്മം സ്വഭാവം എന്നിവയാൽ വികുർവാണാൽ വികാരപ്പെട്ടതായ വായോഹോ അപി വായുവിൽ നിന്നും രൂപവൽ രൂപമുള്ളതും സ്പരിശ ശബ്ദവൽ സ്പരിശവും ശബ്ദവും ഉള്ളതുമായ തേജഃ തേജസ് ഉദപദ്യത ഉദപദ്യത ഉത്ഭവിച്ചു. കാലകർമ്മ സ്വഭാവത്താൽ വികൃതമായ വായുവിൽ നിന്ന് തേജസ്സുണ്ടായി. അതിനെ അഗ്നി എന്നും പറയും. തേജസ്സിനെ അഗ്നി എന്നും പറയും. അതിൻ്റെ സ്വന്തമായ ഗുണം രൂപം. വായുവിൻ്റെ സംബന്ധം നിമിത്തം സ്പരിശവും ആകാശത്തോടുള്ള ചേർച്ചയാൽ ശബ്ദവും കൂടി അഗ്നിക്കുണ്ട്. അഗ്നിക്ക് സ്പരിശം കൊണ്ട് അഗ്നിയെ അറിയാൻ സാധിക്കുന്നു. അതുപോലെ അഗ്നി ജ്വലിക്കുന്ന സമയത്ത് ശബ്ദവും ഉണ്ടാകും. വികൃതമായെന്ന് പറയുന്ന സ്ഥലത്തൊക്കെയും അതിന് കാരണം കാലം കർമ്മം സ്വഭാവം എന്ന 3 ശക്തികളാണെന്നറിയണം. അതായത് വികൃതമായെന്ന് പറയുന്ന സ്ഥലത്തൊക്കെയും അതിൻ്റെ കാരണം കാലം കർമ്മം സ്വഭാവം എന്ന 3 ശക്തികളാണെന്ന് മനസ്സിലാക്കണം. രൂപം എന്ന ശബ്ദം ദൃഷ്ടിഗോചരങ്ങളായവയെ കാണിക്കുന്നു. ശ്ലോകം 28. തേജസസ്തു വികുർവാണാൽ ആസീദംഭോരസാത്മകം രൂപവൽ സ്പർശവച്ഛാംഭോ ഘോഷവച്ഛ പരാന്വയൽ. തേജസസ്തു വികുർവാണാത് ആസീദംഭോരസാത്മകം. വികുർവാണാൽ വികാരത്തെ അടഞ്ഞതായ തേജസസ്തു തേജസ്സിൽ നിന്ന് രസാത്മകം രസമാകുന്ന സ്വരൂപത്തോടുകൂടിയതും രൂപവൽ രൂപമുള്ളതും സ്പരിശവൽ സ്പരിശമുള്ളതും ഘോഷവൽ ഘോഷമുള്ളതുമായ അംഭസ് ആസീൽ ഉണ്ടായി. വികൃതിയെ പ്രാപിച്ചതായ തേജസ്സിൽ നിന്ന് രസമാകുന്ന ഗുണത്തോടുകൂടിയതും ആകാശവായു അഗ്നികളുടെ സംബന്ധം നിമിത്തം അവയുടെ ഗുണങ്ങളായ സ്പരിശ ശബ്ദ സ്പരിശ രൂപങ്ങളുള്ളതുമായ ജലമുണ്ടായി. ശ്ലോകം 29. വിശേഷസ്തു വികുർവാണാദംഭസോ ഗന്ധവാനഭൂൽ പരാന്വയാൽ രസസ്പരിശ ശബ്ദരൂപഗുണാന്വിതഃ. വികുർവാണാൽ വികാരപ്പെട്ടതായ അംഭസ അംഭസിൽ നിന്ന് ഗന്ധവാൻ ഗന്ധത്തോടുകൂടിയ വിശേഷ പ്രത്യേക ദ്രവ്യം അഭൂൽ ഉണ്ടായി. പരാന്വയാൽ പരങ്ങളുടെ സംബന്ധം ഹേതുവായിട്ട് രസസ്പരിശ ശബ്ദരൂപഗുണ അന്വിത രസം സ്പരിശം ശബ്ദം രൂപം എന്ന ഗുണങ്ങളോടുകൂടിയതാകുന്നു. വികാരപ്പെട്ടതായ ജലത്തിൽ നിന്ന് ഗന്ധമാകുന്ന ഗുണത്തോടുകൂടിയ ഭൂമി ഉണ്ടായി. അതിൻ്റെ കാരണമായ മറ്റു ഭൂതങ്ങളുടെ സംബന്ധം നിമിത്തം രസം സ്പരിശം ശബ്ദം രൂപം എന്ന ഗുണങ്ങളും ഭൂമിക്കുണ്ട്. ശ്ലോകം 30. വൈകാരികൻ മനോജജ്ഞേ ദേവാ വൈകാരികാദശ ദിഗ്വാതാർക്ക പ്രചേതോശ്വി വഹ്നീന്ദ്രോപേന്ദ്രമിത്രകാഃ. വൈകാരികാൽ സാത്വിക അഹങ്കാരത്തിൽ നിന്ന് മനസ്സ് ജജ്ഞേ ജനിച്ചു. വൈകാരികാഹ സാത്വിക അഹങ്കാര ജാതന്മാരായ ദിഗ്വാതാർക്ക പ്രചേതോശ്വി വഹ്നീന്ദ്രോപേന്ദ്രമിത്രകാഃ. ദിക്ക് വാദം അർക്കൻ പ്രചേതസ് അശ്വികൾ വഹ്നി ഇന്ദ്രൻ ഉപേന്ദ്രൻ മിത്രൻ ബ്രഹ്മാവ് എന്ന ദേവാഹ ദേവന്മാർ 10 പേർ യജ്ഞിരെ ജനിച്ചു. നല്ലതുപോലെ ശ്രദ്ധിക്കുക ഈ ശ്ലോകം.
സാത്വിക അഹങ്കാരത്തിൽ നിന്ന് മനസ്സും അതിൻ്റെ അധിഷ്ഠാന ദേവതയായ ചന്ദ്രനും ഉണ്ടായി. മനസ്സിൻ്റെ അധിഷ്ഠാന ദേവത ചന്ദ്രനാണ്. ദിക്ക്, വായു, സൂര്യൻ, പ്രചേതസ്, അശ്വികൾ, വഹ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, ബ്രഹ്മാവ് എന്ന 10 ദേവതകൾ സാത്വിക അഹങ്കാരത്തിൽ നിന്ന് ജനിച്ചവരാണ്. ഇവർ 10 ഇന്ദ്രിയങ്ങളിൽ വസിക്കുന്നവരാകയാൽ ഇവരെ ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളെന്ന് പറയുന്നു. ദിഗ്ദേവത ശ്രോത്രത്തിൽ നിന്നും, വാദം ത്വക്കിനും, സൂര്യൻ കണ്ണുകൾക്കും, പ്രചേതസ് നാവിനും, അശ്വികൾ നാസികയ്ക്കും അധിഷ്ഠാന ദേവതകൾ ആണ്. വഹ്നി വാക്കിനും, ഇന്ദ്രൻ കൈകൾക്കും, ഉപേന്ദ്രൻ പാദങ്ങൾക്കും, മിത്രൻ പായുവിനും, ബ്രഹ്മാവ് ഉപസ്ഥത്തിനും അധിഷ്ഠാന ദേവതകൾ. പായുഹു വിസർജനദ്വാരം. ശ്ലോകം 30. തൈജസാത്തു വികുർവാണാദിന്ദ്രിയാണി ദശാഭവൻ ജ്ഞാനശക്തി ക്രിയാശക്തി ബുദ്ധി പ്രാണസ്തു തൈജസൗ. ശ്രോത്രം ത്വഘ്രാണദൃഗ്ജിഹ്വാ വാഗ്ദോർമേഢ്രാഘ്രിപായവഃ. ശ്ലോകം 31 ശ്രദ്ധിക്കുക. വികുർവാണാദ് വികാരപ്പെട്ടതായ തൈജസാൽ രാജസ അഹങ്കാരത്തിൽ നിന്ന് ദശ ഇന്ദ്രിയാണി 10 ഇന്ദ്രിയങ്ങൾ അഭവൻ ഉണ്ടായി. ജ്ഞാനശക്തി ജ്ഞാനമാകുന്ന ശക്തിയോടും, ക്രിയാശക്തി ക്രിയയാകുന്ന ശക്തിയോടും കൂടിയവ, ബുദ്ധി ബുദ്ധിയും, പ്രാണഃ തു പ്രാണനും, തൈജസൗ രാജസാഹങ്കാരത്തിൽ നിന്നു ജനിച്ചവ. ശ്രോത്രം, ത്വക്ക്, ഘ്രാണം, ദൃക്ക്, ജിഹ്വ എന്നീ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. വാക്ക്, കൈകൾ, മേഢ്രം, കാലുകൾ, പായു എന്നീ 5 കർമ്മേന്ദ്രിയങ്ങൾ. അതായത് വികാരപ്പെട്ടതായ രാജസാഹങ്കാരത്തിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങൾ ഉണ്ടായി. ദശേന്ദ്രിയങ്ങൾ എന്ന് പറയും. അവയിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5. ബുദ്ധിയും പ്രാണനും രാജസാഹങ്കാരത്തിൽ നിന്നു ജനിച്ചവ. അതുകൊണ്ടാണ് ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും രാജസാഹങ്കാരത്തിൽ നിന്ന് ജനിച്ചവയെന്ന് പറഞ്ഞത്. ശ്രോത്രം, ത്വക്ക്, ഘ്രാണം, ദൃക്ക്, ജിഹ്വ എന്നീ 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ്. വാക്ക്, കൈകൾ, മേഢ്രം, കാലുകൾ, പായു എന്നീ 5 കർമ്മേന്ദ്രിയങ്ങൾ. ശ്ലോകം 32. യതൈതേ സംഗതാഭാവാ ഭൂതേന്ദ്രിയ മനോഗുണാഃ യദായതന നിർമ്മാണേ നശേകുർ ബ്രഹ്മവിത്തമാ. ഭൂതേന്ദ്രിയ മനോഗുണാഃ, ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ഗുണങ്ങൾ എന്ന ഏതേ ഭാവാഃ ഈ ഭാവങ്ങൾ, യഥാ എപ്പോൾ, അസംഗതാഃ ചേരാത്തവയായിരുന്നുവോ, ബ്രഹ്മവിത്തമ ഹേ ബ്രഹ്മജ്ഞ, തഥാ അപ്പോൾ, യഥായതന നിർമ്മാണേ യാതൊന്നിന്റെ വാസസ്ഥാനത്ത് നിർമ്മിക്കുന്നതിൽ നശേകു ശക്തങ്ങളായില്ല. ഗന്ധം മുതലായ ഭൂതഗുണങ്ങൾ, ഇന്ദ്രിയ ഗുണങ്ങൾ, മനസ്സിന്റെ ഗുണങ്ങൾ എന്നീ ഭാവപദാർത്ഥങ്ങൾ എപ്പോൾ ഒന്നോടൊന്ന് യോജിക്കാതെ വിഭിന്നങ്ങളായിരിക്കുന്നുവോ, അതിനാൽ ബ്രഹ്മാണ്ഡരൂപമായ ശരീരത്തെ സൃഷ്ടിക്കുവാൻ അവയ്ക്ക് എപ്പോൾ ശക്തിയില്ലാതെ ഭവിച്ചുവോ. 33. തദാ സംഹൃത്യ ചന്യോന്യം ഭഗവൽ ശക്തി ചോദിതാ സദസത്വമുപാദായ ചോഭയം സസൃജുർദ്ഹ്യതാ. തഥാ അപ്പോൾ, ഭഗവൽ ശക്തി ചോദിതാഹ ഭഗവാന്റെ ശക്തിയാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ട്,
ഭഗവാന്റെ ശക്തിയാൽ പ്രേരിപ്പിക്കപ്പെട്ടവയായിട്ട് അന്യോന്യം തമ്മിൽ സംഹത്യ യോജിച്ചിട്ട് സദസത്വം, സത്ത് അസത്ത് എന്ന ഭാവത്തെ ഉപാദായ സ്വീകരിച്ചിട്ട് ഉഭയം രണ്ടു വിധത്തിലുള്ള അധ ഇതിനെ സസൃജു ഹി സൃഷ്ടിച്ചു. അപ്പോൾ ഹേ നാരദ, ഭഗവാന്റെ ശക്തിയാൽ പ്രേരിപ്പിക്കപ്പെട്ടവയായിട്ട് ഒന്നോടൊന്ന് യോജിച്ച് സ്ഥൂല സൂക്ഷ്മ ഭാവത്തെ ഗ്രഹിച്ചിട്ട് സമഷ്ടി ശരീരത്തെയും വ്യഷ്ടി ശരീരത്തെയും സൃഷ്ടിച്ചു. ശ്ലോകം 34. വർഷപൂഗ സഹസ്രാന്തേ തദണ്ഡമുദകേശയം കാലകർമ്മ സ്വഭാവസ്ഥോ ജീവോ ജീവമജീവയൽ. വർഷപൂഗ സഹസ്രാന്തേ, അനേകം വർഷ സഹസ്രം കഴിഞ്ഞ ശേഷം ഉദകേശയം, ഉദകത്തിൽ ശയിക്കുന്നതായ തൽ അണ്ഡം, ആ അണ്ഡത്തെ കാലകർമ്മ സ്വഭാവസ്ഥ, കാലകർമ്മ സ്വഭാവസ്ഥിതനായ ജീവ, ജീവൻ, അജീവം, അചേതനത്തെ അജീവയൽ, ജീവനുള്ളതാക്കി തീർത്തു. ഒന്നോടൊന്ന് യോജിച്ചതായ ആ പദാർത്ഥം അനേകായിരം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജലത്തിൽ ശയിക്കുന്നതായ ഒരു അണ്ഡമായി ഭവിച്ചു. കാലകർമ്മ സ്വഭാവത്തെ അധിഷ്ഠാനമായി സ്വീകരിച്ചിരിക്കുന്ന പരമാത്മാവ് അചേതനമായ ആ അണ്ഡത്തെ ചേതനവത്താക്കി തീർത്തു. പരമാത്മാവ് അതിൽ വ്യാപിച്ചതുകൊണ്ട് ആ അണ്ഡം ചൈതന്യസഹിതമായി ഭവിച്ചുവെന്ന് സാരം. ശ്ലോകം 35. സയേവ പുരുഷസ്തസ്മാദണ്ഡം നിർഭിദ്യ നിർഗത സഹസ്രോർവംഘ്രിബാഹു അക്ഷ സഹസ്രാനന ശീർഷവാൻ. സ ഏവ പുരുഷ തസ്മാദണ്ഡം നിർഭിദ്യ നിർഗത. സ ഏവ പുരുഷ, ആ പുരുഷൻ തന്നെ അണ്ഡം, അണ്ഡത്തെ നിർഭിദ്യ പിളർന്നിട്ട് തസ്മാത് അതിൽ നിന്ന് നിർഗത പുറപ്പെട്ടു. സഹസ്രോർവംഘ്രി ബാഹു അക്ഷ സഹസ്രാനന ശീർഷവാൻ. സഹസ്രം ഊരുക്കൾ, അംഘ്രികൾ, ബാഹുക്കൾ, അക്ഷികൾ, ആനനങ്ങൾ, ശീർഷങ്ങൾ ഉള്ളവൻ. ആ പരമാത്മാവ് തന്നെ ആ അണ്ഡത്തെ പിളർന്ന് അതിനുള്ളിൽ നിന്ന് 1000 തുടകൾ, പാദങ്ങൾ, കൈകൾ, കണ്ണുകൾ, മുഖങ്ങൾ, ശിരസ്സുകൾ എന്നീ അവയവങ്ങളോടുകൂടിയ പുരുഷനായിട്ട് പുറത്തേക്ക് വന്നു, വേറെ നിന്നു. ഇതേ തുടർന്ന് 5-6 അധ്യായങ്ങളിലായി പുരുഷ സൂക്തത്തിന്റെ പൂർണ്ണരൂപം പ്രതിപാദിപ്പിക്കപ്പെട്ടിരുന്നു. അതായത് പുരുഷൻ വിരാട് പുരുഷനാണ്. വിരാട് പുരുഷന്റെ ഉൽപ്പത്തിയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഈ വിരാട് പുരുഷനെ സ്തുതിക്കുന്ന വൈദിക മന്ത്രങ്ങളാണ് പുരുഷ സൂക്ത മന്ത്രങ്ങൾ. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദശാങ്കുലം. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ് 10 അങ്കുലം പുറത്തേക്ക് തുടിച്ചു നിൽക്കുന്ന ആ ഭാവത്തോടുകൂടിയ വിരാട് പുരുഷന്റെ സ്വരൂപത്തെയാണ് ഈ ശ്ലോകത്തിലൂടെ കാണിച്ചു തരുന്നത്. ശ്ലോകം 36. യസ്യേഹാവയവൈർലോകാൻ കൽപ്പയന്തി മനീഷിണ കട്യാദിഭി അഥ സപ്ത സപ്തോർധ്വം ജഘനാദിഭി. മനീഷിണ വിദ്വാൻമാർ ഇഹ ഇവനിൽ യസ്യ യാതൊരുത്തന്റെ കട്യാദിഭി കടി മുതലായ അവയവൈഹി അംഗങ്ങൾ കൊണ്ട് അധ താഴത്ത് സപ്തലോകാൻ 7 ലോകങ്ങളെയും ജഘനാദിഭി ജഘനാദികൾ കൊണ്ട് ഊർധ്വം സപ്തലോകാൻ മേൽ 7 ലോകങ്ങളെയും കൽപ്പയന്തി കൽപ്പിക്കുന്നു. ബ്രഹ്മസ്വരൂപത്തെ അറിഞ്ഞ വിദ്വാൻമാർ ഈ കാണപ്പെടുന്ന സകലത്തിനും ഈ പുരുഷൻ തന്നെ അധിഷ്ഠാനമെന്നും അവന്റെ കടിമുതലായ അവയവങ്ങൾ താഴെയുള്ള അതലാദികളായ 7 ലോകങ്ങളെന്നും ജഘനാദികളായ അവയവങ്ങൾ മുകളിലുള്ള 7 ലോകങ്ങളെന്നും ഉറപ്പിച്ചു പറയുന്നു.
ശ്ലോകം 37. പുരുഷസ്യ മുഖം ബ്രഹ്മക്ഷത്രമേതസ്യ ബാഹവ ഊർവോർവൈശ്യോ ഭഗവത പദ്ഭ്യാം ശൂദ്രോഭ്യജായത. ശ്ലോകം 37 ഏതസ്യ പുരുഷസ്യ, ഈ പുരുഷന്റെ മുഖം ബ്രഹ്മ ബ്രാഹ്മണൻ, ബാഹവ ബാഹുക്കൾ, ക്ഷത്ര ക്ഷത്രിയൻ, ഭഗവത ഊർവോ ഭഗവാന്റെ 2 തുടകളിൽ നിന്ന്, വൈശ്യ വൈശ്യൻ, പദ്ഭ്യാം 2 കാലുകളിൽ നിന്ന്, ശൂദ്രൻ, അഭ്യജായത ജനിച്ചു. ഈ പുരുഷന്റെ മുഖം ബ്രാഹ്മണൻ, കൈകൾ ക്ഷത്രിയൻ ആകുന്നു. തുടകളിൽ നിന്ന് വൈശ്യനും പാദങ്ങളിൽ നിന്ന് ശൂദ്രനും ഉണ്ടായി. ശ്ലോകം 38. ഭൂർലോക കൽപ്പിത പദ്ഭ്യാം ഭുവർലോകോസ്യ നാഭിദ ഹൃദാ സ്വർലോക ഉരസ മഹർലോകോ മഹാത്മന. പദ്ഭ്യാം പാദങ്ങളിൽ നിന്ന്, ഭൂലോകവും മഹാത്മന അസ്യ നാഭിദ മഹാത്മാവായ ഇവന്റെ നാഭിയിൽ നിന്ന്, ഭുവർലോകവും ഹൃദയം കൊണ്ട്, സ്വർഗലോകവും ഉരസ മാറിടം കൊണ്ട്, മഹർലോകവും. മഹാത്മാവായ ഈ പുരുഷന്റെ പാദങ്ങളിൽ ഭൂലോകവും, നാഭിയിൽ ഭുവർലോകവും, ഹൃദയത്തിൽ സ്വർഗലോകവും, മാറിടത്തിൽ മഹർലോകവും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ശ്ലോകം 39. ജീവായാം ജനലോകശ്ച തപോലോകസ്തനദ്വയാൽ മൂർധവി സത്യലോകസ്തു ബ്രഹ്മലോക സനാതനഃ. ഗ്രീവായാം കഴുത്തിൽ, സ്തനദ്വയാൽ 2 സ്തനങ്ങളിൽ നിന്ന്, മൂർധാക്കൾ കൊണ്ട് കഴുത്തിൽ ജനർലോകവും, 2 സ്തനങ്ങളിൽ തപോലോകവും, ശിരസിൽ വൈകുണ്ഠം എന്നു പേരുള്ളതും സനാതനവുമായ സത്യലോകവും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ശ്ലോകം 40. തൽക്കട്ട്യാം ചാതലം ക്ലിപ്തമൂരുഭ്യാം വിതലം വിഭോ ജാനുഭ്യാം സുതലം ശുദ്ധം ജംഘാഭ്യാം തു തലാതലം. തൽക്കട്ട്യാം അവന്റെ അരക്കെട്ടിൽ, അതലം ക്ലിപ്തം അതലം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. വിഭോഹ വിഭുവിന്റെ ഊരുഭ്യാം 2 തുടകളിൽ നിന്ന്, വിതലലോകവും. ജാനുഭ്യാം 2 മുട്ടുകളിൽ നിന്ന്, സുതലമെന്ന ലോകവും. ജംഘാഭ്യാം 2 കണങ്കാലുകളിൽ നിന്ന്, തലാതലമെന്ന ലോകവും. സർവത്ര നിറഞ്ഞിരിക്കുന്ന ആ ഭഗവാന്റെ അരക്കെട്ടിൽ നിന്ന് അതലവും, 2 തുടകളിൽ നിന്ന് വിതലവും, 2 മുട്ടുകാലുകളിൽ നിന്ന് മഹാബലി മുതലായ ഭക്തോത്തമന്മാരുടെ വാസം നിമിത്തം പരിശുദ്ധമായ സുതലവും, 2 കണങ്കാലുകളിൽ നിന്ന് തലാതലവും ഉണ്ടായെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ശ്ലോകം 41. മഹാതലം തു ഗുൽഭാഭ്യാം പ്രപദാഭ്യാം രസാതലം പാതാളം പാദതലത ഇതി ലോകമയ പുമാൻ. ഗുൽഭാഭ്യാം 2 ഞെരിയാണികളിൽ നിന്ന്, മഹാതലം തു മഹാതലവും, പ്രപദാഭ്യാം 2 പുറവടികളിൽ നിന്ന്, രസാതലവും, പാദതലത ഉള്ളടികളിൽ നിന്ന്, പാതാളവും ഉണ്ടായി. ഇതി ഇപ്രകാരം. പുമാൻ ഈശ്വരൻ, ലോകമയ ലോകസ്വരൂപൻ. പുരുഷന്റെ 2 ഞെരിയാണികളിൽ നിന്ന് മഹാതലവും, പുറവടികളിൽ നിന്ന് രസാതലവും, ഉള്ളടികളിൽ നിന്ന് പാതാളവും ഉണ്ടായി. ഇപ്രകാരം ഈശ്വരൻ തന്നെ ലോകസ്വരൂപമായിരിക്കുന്നവൻ എന്ന് ധ്യാനിച്ചു കൊള്ളണം. അതിസൂക്ഷ്മമായ ഈശ്വര സ്വരൂപം സ്ഥൂലബുദ്ധിക്ക് വിഷയമാവുകയില്ല. സ്ഥൂലമായ ലോകം ഈശ്വര സ്വരൂപം എന്ന് ധ്യാനിച്ചു കൊള്ളണം എന്ന് സാരം. ശ്ലോകം 42. ഭൂർലോക കൽപ്പിത പദ്ഭ്യാം ഭുവർലോകോസ്യ നാഭിദ സ്വർലോക കൽപ്പിതോ മൂർധ്നി ഇതിവാ
ലോകകൽപ്പന. പദ്ഭ്യാം പാദങ്ങളിൽ നിന്ന് ഭൂർലോക ഭൂലോകവും നാഭിത നാഭിയിൽ നിന്ന് ഭുവർലോകവും മൂർധ്നി മൂർധാവിൽ സ്വർലോക കൽപ്പിത സ്വർഗലോകവും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ലോകകൽപ്പന ലോകങ്ങളുടെ കൽപ്പനം ഇതിവാ ഈ വിധവും ആവാം. ലോകങ്ങൾ 14 എന്ന വ്യവഹാരത്തെ മുകളിൽ വിവരിച്ചു. ലോകങ്ങൾ 3 എന്നുള്ള വ്യവഹാരത്തിൽ ഭഗവാന്റെ അവയവങ്ങളായിട്ട് ഏതുവിധമാണ് ധ്യാനിക്കേണ്ടതെന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. അതായത് നമ്മൾ 14 ലോകങ്ങൾ എന്നാണ് സാധാരണ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇപ്പോഴിതാ ഈ ശ്ലോകങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കി തരികയും ചെയ്തു. 14 ലോകങ്ങൾ, മുകളിലുള്ള ലോകങ്ങൾ, അതുപോലെ താഴോട്ടുള്ള ലോകങ്ങൾ. എന്നാൽ ഇത് തന്നെയാണ് ത്രിലോകങ്ങളെന്നും 3 ലോകങ്ങളെന്നും പറയുന്നത്. അതെങ്ങനെയെന്ന് ഇതിനു മുമ്പ് പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ഭൂമി മധ്യത്തിലാണ്, പിന്നീട് അതിന് മുകളിലോട്ട് 6 ലോകങ്ങൾ, അങ്ങനെ മേൽപോട്ട് 7 ലോകം. അരക്കെട്ടിന് കീഴ്പോട്ട്, ഭഗവാന്റെ അരക്കെട്ടിന് കീഴ്പോട്ടുള്ളത് അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം എന്നീ കീഴ്ലോകങ്ങൾ 7. ഇങ്ങനെയാണ് 14 ലോകങ്ങൾ. അത് പാതാള ലോകങ്ങൾ, ഭൂമി, സ്വർഗലോകങ്ങൾ, ഇങ്ങനെ 3 ആക്കിയിട്ട് ത്രിലോകങ്ങളായിട്ട് പറയുന്നു. ഈ മഹാപുരുഷന്റെ പാദങ്ങളിൽ നിന്ന് കാലടി മുതൽ കടിവരെയുള്ള വിഭാഗങ്ങളിൽ നിന്ന് പാതാളം മുതൽ ഭൂലോകം വരെയുള്ള ലോകങ്ങൾ ഉണ്ടായി. പാദത്തിൽ നിന്ന് കടിവരെ ഭൂലോകത്തിൽ പാതാളം മുതൽക്കുള്ള 7 ലോകങ്ങളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. നാഭിയിൽ ഭുവർലോകവും മൂർധാവിൽ സ്വർഗം മുതൽ ബ്രഹ്മലോകം വരെയുള്ള ലോകങ്ങളും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ വിധവും കൽപ്പിച്ചിട്ടാണ് ലോകങ്ങൾ 3 എന്നുള്ള വ്യവഹാരം. പുരുഷാവയവങ്ങളെ ലോകങ്ങളായി കൽപ്പിച്ചിരിക്കുന്നത് സ്ഥൂലബുദ്ധി കൊണ്ട് കാണാൻ കഴിയാത്ത നിർഗുണ സ്വരൂപത്തെ അനുഭവരൂപേണ അറിയുവാൻ തക്ക യോഗ്യത ബുദ്ധിക്കുണ്ടാകുവാൻ സമുചിതമായ ധ്യാനത്തിന് വേണ്ടിയിട്ടാകുന്നു. ഇവിടെ പുരുഷൻ എന്ന് പറയുന്നത് ആ മഹാപുരുഷനായ ഭഗവാനെയാണ്, പ്രധാന പുരുഷനായ ഭഗവാനെയാണ്. ഈശ്വരൻ തന്നെ സ്ഥൂല സൂക്ഷ്മങ്ങളായി കാണപ്പെടുന്ന സർവവും ബുദ്ധിഗോചരമായിട്ടുള്ള രൂപം ഈശ്വരൻ ഉണ്ടാക്കുവാൻ ആവശ്യമുള്ളവർക്ക് ഈശ്വരനെ ഒരു മഹാപുരുഷനായിട്ട് കരുതുവാനും പാതാളം മുതൽ ഭൂലോകം വരെയുള്ള ലോകങ്ങളെ ആ മഹാപുരുഷന്റെ കാലടി മുതൽ അരക്കെട്ട് വരെയുള്ള അവയവങ്ങളായിട്ടും ഭുവർലോകത്തെ നാഭിസ്ഥാനമായിട്ടും സ്വർഗം മുതൽ ബ്രഹ്മ ലോകം വരെയുള്ള ലോകങ്ങളെ നാഭി മുതൽ ശിരസ് വരെയുള്ള അവയവങ്ങളായിട്ടും ധ്യാനിക്കുവാൻ വേണ്ടി ഈ വിധം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതാകുന്നു. ഇതോടുകൂടി ശ്രീമദ് ഭാഗവതത്തിലെ ദ്വിതീയ സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായം ഇവിടെ സമർപ്പിക്കുകയാണ്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തോടുകൂടി ഇനി അങ്ങോട്ട് 6-ാം അധ്യായത്തിലേക്ക് കടക്കാൻ ഭഗവാൻ നമുക്ക് ഏവർക്കും കാരുണ്യം ചൊരിയട്ടെ. ശ്രദ്ധയോടുകൂടി പഠിക്കുക. നമസ്കാരം.